ഹായ് ഓൾ, അസ്സാം വലൈക്കും. ഇന്നിപ്പോൾ ഈസി ആൻഡ് സിമ്പിൾ ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. ദോശമാവ് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുക. ഇതിനിപ്പോൾ നമുക്ക് കറിയൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 7 എഗ്ഗ് എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അതിലേക്ക് കുരുമുളക് പൊടിയും അല്പം ഉപ്പും ചേർത്തിട്ടുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. എന്നിട്ട് ഞാനിവിടെ നമ്മുടെ ദോശക്കല്ല് വെച്ചിട്ടുണ്ട്. ദോശക്കല്ലിലേക്ക് ഞാൻ ദോശ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ല പോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുക കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ദോശ ചുടാം. ഒന്നെങ്കിൽ സോഫ്റ്റ് ആയിട്ടാണെങ്കിൽ അതിൻ്റെ ഒരു സൈസിന് ചുടുക. ക്രിസ്പി ആയിട്ടാണ് കഴിക്കണം എന്നുള്ളെങ്കിൽ ഒന്ന് നൈസാക്കിയിട്ട് ചുട്ടെടുക്കുക കേട്ടോ. എന്നിട്ട് ഈ ഒരു ഹാഫ് വേവാകുമ്പം, അതായത് നല്ലപോലെ വേവാൻ പാടില്ല, ഈ ഒരു പരിവുണ്ടല്ലോ, ഈ ഒരു ഹാഫ് വേവായി കഴിയുമ്പോൾ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ എഗ്ഗ് ഉണ്ടല്ലോ, അത് ഇതിൻ്റെ മുകളിലേക്ക് നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ടൊരു സ്പൂണ് വെച്ചിട്ട് ഫുള്ള് നമ്മുടെ ദോശയുടെ മുകൾ ഭാഗം ഫുള്ളായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മൾ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും കൂടി ഇതിൻ്റെ മുകളിൽ ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. അത്രയേ ഉള്ളൂ, സിമ്പിളാണ്. എന്നിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു ദോശയാണ്. ഇത് നമുക്ക് കറിയുടെ ആവശ്യമൊന്നുമില്ല, ഇങ്ങനെ തന്നെ കഴിക്കാവുന്നതാണ്. ഇനി ഇഷ്ടമുണ്ടെങ്കിൽ ചെറിയതായിട്ട് നമ്മുടെ ടൊമാറ്റോ കട്ട് ചെയ്തും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് ഒരു സ്പൂൺ ഗീ കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ദോശ റെഡി ആയിട്ടുണ്ട്. ഇനി കറിയൊന്നും കൂട്ടാതെ ഇങ്ങനെ തന്നെ ചൂടോടെ കഴിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.